ചൊറിച്ചേമ്പാണ് ഞാൻ എന്ന്. കാരണം ഏതൊരു സംഭവത്തെ കേട്ട് കഴിഞ്ഞാലും അതൊരു 10 തവണയെങ്കിലും അതിന്റെ ആ ഒരു ക്ലാരിഫിക്കേഷൻ, അത് ക്ലാരിറ്റിയോട് കിട്ടാൻ വേണ്ടി ഉപ്പയോട് ഇങ്ങനെ ചോദിക്കുമായിരുന്നു അത്രേ. എന്നുവെച്ചാൽ അതെന്താണ് ഉപ്പ, അതെങ്ങനെ, അതെന്താ അങ്ങനെ പറഞ്ഞത്, അപ്പൊ അവർ ഇങ്ങനെയാണല്ലോ പറഞ്ഞത്, ഇങ്ങനെ ചോദിച്ച് ഉത്തരം മുട്ടിക്കുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു എൻ്റെ ആ ഒരു കുട്ടിക്കാലം എന്നാണ് എൻ്റെ ഉപ്പ പറഞ്ഞത്. ഇന്ന് ഉപ്പ ജീവിച്ചിരിപ്പില്ല. അപ്പോ ചില ആളുകൾ വിചാരിക്കും, എന്തായാലും ഇപ്പൊ അത് തെളിവ് സഹിതം നമ്മൾ ചോദിക്കാനും പോകുന്നില്ലല്ലോ. ഇപ്പോ നമ്മുടെ ഇന്ത്യയിൽ പൊട്ടിപ്പുറപ്പെടുന്ന ഒരുപാട് വിഷയങ്ങളാണ്. കേരളത്തിൽ ഇപ്പോ ഈ പാലക്കാടും വയനാടും ഒക്കെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇവിടെ വഖഫ് ബോർഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെയുള്ള മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഒക്കെ അടിച്ചിറക്കാൻ വേണ്ടി പുതിയ നിയമമാണ്, ഇത് കാട്ടാള ഭരണമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ആ ഒരു എന്താ പറയാ ആ ഒരു സ്ഥാനം പിടിച്ചു പറ്റാൻ വേണ്ടി പല ആളുകളും കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും യാതൊരുവിധ ഫലവും ഉണ്ടായില്ല എന്ന് കേട്ട ആ ഒരു ദിവസം മുതൽ ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെ ഞാൻ ഈ വിഷയങ്ങൾ എനിക്ക് ഇങ്ങനെ പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ രാഷ്ട്രീയത്തിന്റെ ആ ഒരു സ്വഭാവം, ഇപ്പൊ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്നപ്പോൾ സന്ദീപ് വാര്യരുടെ ആ ഒരു രീതികളൊക്കെ വേറെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളിലൂടെയാണ് പോയത്. എന്നിരുന്നാലും നമുക്ക് അതിനെ കുറിച്ചൊന്നും കൂടുതൽ എടുക്കേണ്ടെന്ന ആവശ്യമൊന്നുമില്ല. കാരണം വ്യക്തിപരമായിട്ട് അവർക്ക് വ്യക്തി സ്വാതന്ത്ര്യം എന്നുള്ള ഒരു രീതിയിൽ തന്നെയാണ് രാഷ്ട്രീയ ആ ഒരു മാറ്റം ഉണ്ടായിട്ടുള്ളത്. അപ്പോ ഈ പറയുന്ന കോൺഗ്രസിന്റെ ഉപ്പും ചോറും തിന്നു വളർന്ന പത്മജ വേണുഗോപാൽ അടക്കം സന്ദീപ് വാര്യരെ വളരെ മോശമാക്കുന്ന രൂപത്തിൽ, നാണം കെടുത്തുന്ന രൂപത്തിലൊക്കെ സംസാരിച്ചു. അപ്പോൾ പത്മജ വേണുഗോപാലിനോടൊക്കെ ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്കും ചോദ്യം ചെയ്യാനുണ്ടായിരുന്നു. പക്ഷെ ആരും പത്മജ വേണുഗോപാലിനെ അങ്ങനെ നാണം കെടുത്താനോ അതല്ലെങ്കിൽ അവര് ഭക്ഷിച്ചതായിട്ടുള്ള ആ ഭക്ഷണ അതിന്റെ ആ ഒരു സോഴ്സിനെ കുറിച്ച് ചോദിക്കുവാനോ ആരും തുനിഞ്ഞില്ല എന്നുള്ളതാണ്. അപ്പോ അവരുടെ സിരകളിൽ ഓടുന്ന ആ ഒരു ബ്ലഡ് അത് കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ ആ കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തിൽ ഇരുന്നു കൊണ്ട് കെ കരുണാകരൻ ഉണ്ടാക്കിയ സമ്പത്തിൽ വളർന്ന പത്മജ വേണുഗോപാൽ പിന്നീട് സന്ദീപ് വാര്യരെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്കായി. കാരണം കോൺഗ്രസിലേക്ക് പോയതിനെ കുറിച്ചായിരുന്നു ആ ഒരു പത്മജ വേണുഗോപാലന്റെ ആ ഒരു വാർത്തകൾ. അപ്പോൾ ആ വിഷയത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ വഖഫ് ബോർഡ് എന്നുള്ള ആ ഒരു സംഭവത്തിനെ മുറുക്കി പിടിച്ച് ഇവിടെയുള്ള ജനങ്ങളൊക്കെ ഈ പറയുന്ന പ്രദേശങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു പോകേണ്ടി വരും. ആ ഒഴിഞ്ഞു പോകുന്ന ആളുകളെയൊക്കെ പിടിച്ചു നിർത്തണമെങ്കിൽ ഞങ്ങൾ ഇവിടെ വന്നേ പറ്റൂ, ഞങ്ങളുടെ ഭരണം വന്നേ പറ്റൂ എന്നുള്ള ആക്രോശിച്ച രൂപത്തിലുള്ള പ്രസംഗം നടത്തിയവരൊക്കെ ഇന്ന് മാളത്തിൽ ഒളിച്ചിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടത്. എന്തായാലും നമുക്ക് ആ ഒരു രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽമാറ്റം തന്നെയാണ്. കാരണം ഇവിടെ നിന്നും അവിടേക്ക് ഇതൊരു സ്ഥിരതയില്ലാത്ത ഒരു രീതി തന്നെയാണ് എന്ന് കൃത്യമാണ്. അപ്പോൾ അതിന്റെ പിന്നിൽ പോകുന്ന നമ്മളെ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് വിഡ്ഢികളായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോ നമ്മുടെ ഇന്ത്യയിൽ പൊട്ടിപ്പുറപ്പെടുന്ന കലാപ സ്വഭാവമുള്ള രീതികളെ കുറിച്ചാണ് ഞാൻ എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് കേൾപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഉത്തർപ്രദേശിലെ ഷാഹി ജുമാ മസ്ജിദ് പുരാതന ഹിന്ദു ക്ഷേത്രമാണെന്ന അവകാശവാദവുമായി BJP. ജില്ലാ കോടതി ഉത്തരവ് പ്രകാരം മസ്ജിദിൽ നടന്ന സർവേയിൽ വ്യാപക സംഘർഷം കണ്ടില്ലേ. അവിടെ BJP പറഞ്ഞു എന്ത്, അതൊരു ഹിന്ദു ക്ഷേത്രമാണെന്ന്. ഇവിടെ വഖഫ് ബോർഡിന്റെ വിഷയം വന്നപ്പോ ഈ പറയുന്ന ഒട്ടുമിക്ക സ്ഥലങ്ങൾ അത് വഖഫിൻ്റെതാണ് എന്ന് പറഞ്ഞ് സംസാരിച്ചപ്പോൾ അതല്ലെങ്കിൽ ആ നോട്ടീസുകൾ കിട്ടിയപ്പോൾ അതിനെ എതിർത്തവരാണ് ഈ BJP. ഇപ്പോ മുസ്ലിങ്ങൾക്ക് ആ ഒരു ആരാധന നടത്താൻ വേണ്ടി ആദ്യകാലങ്ങളിലൊക്കെ നിർമ്മിച്ചതായിട്ടുള്ള ആ ഒരു മുസ്ലിം പള്ളികൾ അത് പിന്നീട് അത് അവരുടെ ഹിന്ദു ക്ഷേത്രമാണ് എന്ന് പറഞ്ഞ് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ആ ഒരു വികാരം അതിനെ മറികടക്കാൻ നോക്കുന്ന ആ ഒരു രീതി തന്നെയാണ്. അവരുടെ ആ ഒരു മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന രൂപത്തിൽ തന്നെയാണ് BJPയുടെ ഈ ഒരു ഒത്താശ നിൽക്കുന്ന രൂപങ്ങൾ ഇവിടെ കാണുന്നത്. ജില്ലാ കോടതി ഉത്തരവ് പ്രകാരം മസ്ജിദിൽ നടന്ന സർവേയിൽ വ്യാപക സംഘർഷം. സർവേ തടസ്സപ്പെടുത്തുന്നയാൾ കർശന നടപടിയുണ്ടാകുമെന്ന് UP ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യ. അതേസമയം BJP സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന് സമാജ്വാദി പാർട്ടി ആരോപിച്ചു. ബാബറി മസ്ജിദിനും ഗ്യാൻവാപ്പിക്കും ശേഷം മുസ്ലിം ആരാധനാലയങ്ങളെ ലക്ഷ്യം വെച്ചുള്ള BJPയുടെ വർഗീയ ധ്രുവീകരണം തുടരുകയാണ്. UPയിലെ സംബാൽ ജില്ലയിൽ ഷാഹി ജുമാ മസ്ജിദ് സ്ഥിതി ചെയ്യുന്നയിടം പുരാതന ഹിന്ദു ക്ഷേത്രമാണെന്നാണ് പുതിയ അവകാശവാദം. ഇതുമായി ബന്ധപ്പെട്ട ഹർജിയിൽ
സംബാലിലെ ജില്ലാ കോടതി സർവേ നടത്താൻ ഉത്തരവിട്ടതോടെ സ്ഥിതിഗതികൾ വഷളായി കഴിഞ്ഞു. രണ്ടാം ഘട്ട സർവേ നടപടികൾ പുരോഗമിക്കുന്നതിനിടെയാണ് വ്യാപക സംഘർഷമുണ്ടായത്. DM രാജേന്ദ്ര പാൻസിയയുടെ മേൽനോട്ടത്തിൽ സർവേ നടപടികൾക്കായി എത്തിയ പ്രത്യേക സംഘത്തിന് നേരെ കല്ലേറുണ്ടാകുകയും അക്രമം അഴിച്ചുവിടുകയുമായിരുന്നു. മണിക്കൂറുകളോളം നീണ്ട സംഘർഷത്തിൽ നിരവധി വാഹനങ്ങൾക്ക് തീയിട്ടു. UP പോലീസ് ടിയർ ഗ്യാസ് പ്രയോഗിക്കുകയും ലാത്തിചാർജ് നടത്തുകയും സാധാരണക്കാരെ തല്ലിച്ചതക്കുകയും ചെയ്തു. സർവേ തടസ്സപ്പെടുത്തിയാൽ കർശന നടപടിയുണ്ടാകുമെന്ന് UP ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യ മുന്നറിയിപ്പ് നൽകി. എന്നാൽ സംഘർഷം BJP ബോധപൂർവം സൃഷ്ടിച്ചതാണെന്ന ആരോപണവുമായി സമാജ്വാദി പാർട്ടി രംഗത്തെത്തി. അയോധ്യ രാമക്ഷേത്ര നിർമ്മാണത്തിന് ശേഷം ഇനി മറ്റൊരിടത്തും അവകാശവാദം ഉന്നയിക്കില്ലെന്ന BJP വ്യക്തമാക്കിയിരുന്നു. എന്നാൽ സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ BJP ശ്രമിക്കുകയാണെന്നും ഷാഹി മസ്ജിദ് പള്ളിയും ഹിന്ദു ആരാധനാലയമാക്കാനുള്ള ശ്രമമാണെന്നും സമാജ്വാദി പാർട്ടി ആരോപിച്ചു. ഇതിനായി BJPക്കൊപ്പം സംബാൽ പോലീസും ഭരണകൂടവും ജനങ്ങളെ പ്രകോപിപ്പിക്കുകയാണെന്ന് SP വക്താവ് അമീർ ജാമി പറഞ്ഞു. ഷാഹി ജുമാ മസ്ജിദ് മുമ്പ് ശ്രീഹരിഹർ ക്ഷേത്രമായിരുന്നുവെന്നാണ് ഹർജിക്കാരുടെ വാദം. ബാബറിന്റെ ഭരണകാലത്ത് 1529 ഇത് പള്ളിയായി മാറ്റിയതെന്നും ഹർജിക്കാർ ആരോപിച്ചു. തുടർന്നാണ് പള്ളിയിൽ സർവേ നടത്താൻ ജില്ലാ കോടതി ഉത്തരവിട്ടത്. ഇതോടെ യോഗി സർക്കാരിന്റെ സഹായത്തോടെ ഷാഹി ജുമാ മസ്ജിദും ഹിന്ദു ക്ഷേത്രമാക്കാനുള്ള നീക്കം സംഘപരിവാർ സജീവമാക്കുകയാണ്. ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഇപ്പോ ഇവിടെ വയനാടും പാലക്കാടുമുള്ള ഈ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദിച്ച BJP എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം, BJPയുടെ ഉന്നത തലങ്ങളിലിരുന്ന ഈ കേരളത്തിന്റെ മഹാന്മാർ എന്ന് വിശേഷിപ്പിക്കുന്ന ആളുകളൊക്കെ ഈ ഒരു സംഭവമായി ഇനി എന്താണ് ഇവർക്കൊക്കെ പറയാനുള്ളത്? അപ്പോ ഇവിടെ മതങ്ങളെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി ദൈവത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് മനുഷ്യരെ ഭിന്നിപ്പിക്കുന്ന സ്വഭാവ രീതികൾ തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെ. അപ്പൊ ഈ സംഭവം തുടർന്ന് പറയുമ്പോൾ പല ആൾക്കാരും പല രൂപത്തിലും നമ്മളെ ചിലപ്പോൾ ചോദ്യം ചെയ്യും. കാരണം ഇവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ അങ്ങനെയാണ്. ആർക്കും ഒന്നും പറയാൻ പാടില്ല, ചോദിക്കാനും പാടില്ല. ചേട്ടൻ വാസുദേവ ഹിന്ദി ബോൾ സയന ഹിന്ദി നയ്യേ ഭയ്യാ मैं मरबारी हूँ. ओके ഇപ്പോൾ വന്നൊരു വാർത്തയാണ്. മനില, ഫിലിപ്പീൻസിന്റെ തലസ്ഥാന നഗരമായ മനിലയിലുണ്ടായ വൻ തീപിടുത്തത്തിൽ 1000-ലേറെ വീടുകൾ കത്തി നശിച്ചു. 3000-ഓളം പേർക്ക് ഒറ്റ നിമിഷം കൊണ്ട് വീടില്ലാതായി എന്നാണ്. കാരണം മനിലയിലുള്ള വീട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മരത്തടികൾ കൊണ്ട് ഉണ്ടാക്കിയ ആ ഒരു വീടുകളാണ്. കാരണം നമ്മൾ ഇപ്പോൾ വിദേശ രാജ്യത്ത് പ്രവാസ ആ ഒരു ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയം ഒരുപാട് ഫിലിപ്പീൻസ് സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ ആ ഒരു നാടും വീടും ഒക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. കാരണം കാട് പ്രദേശങ്ങളായിട്ടുള്ള ഭാഗങ്ങളിലൊക്കെ ഈ മുള കൊണ്ടും അതുപോലെ മറ്റു മരത്തടികൾ കൊണ്ടൊക്കെ നിർമ്മിച്ച വീടുകളാണ്. ഇപ്പോ 1000-ലേറെ വീടുകൾ കത്തി നശിച്ചു എന്നാണ് പറയുന്നത്. എന്തല്ലേ ഇത്? ഇത്തരം സംഭവങ്ങളൊക്കെ ആർക്കും സംഭവിക്കാന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ അതിലൊക്കെ ദുഃഖിതരാകണം എന്ന് തന്നെയാണ്. കാരണം മനുഷ്യർക്ക് എന്തെങ്കിലും പെട്ടെന്നൊരു ആപത്ത് വരുമ്പോൾ നമ്മൾ അത് അവിടെ മതമോ അതല്ലെങ്കിൽ രാഷ്ട്രീയമോ അതുപോലെ കറുപ്പും വെളുപ്പും ഇതൊന്നും നോക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. ഞാൻ കുറച്ച് ന്യൂസുകൾ ഇവിടെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ മോദി ഈ വഖഫ് ബോർഡിനെ നിർത്തലാക്കും എന്നൊക്കെ പറഞ്ഞ് വലിയ ആ ഒരു രൂപത്തിൽ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയെങ്കിലും ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ കേരളത്തിൽ
ചില ക്രിസ്ത്യാനികളൊക്കെ പറയുകയുണ്ടായി.